അപ്പോൾ നമ്മൾ അമ്പയിലെ ആനുവൽ എക്സാം ക്ലാസ് 9 മാത്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ ആൻസർ കീ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാം. 9th കുട്ടികൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. ടഫ് ആയിരുന്നോ, ഈസി ആയിരുന്നോ, അതെല്ലാം എഴുതാൻ പറ്റിയോ, എന്താ സംഭവിച്ചെന്നുള്ളത് കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായം, ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ്, അതായത് മുഴുവൻ ആൻസറും പറഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു തോന്നുന്നതും പിന്നെ ഈ ആൻസർ കീ കമ്പയർ ചെയ്തിട്ടും എത്ര മാർക്ക് 80-ൽ എത്ര മാർക്ക് കിട്ടുന്നുള്ളതും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മീൻ കാണാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. എത്ര ഉണ്ട്? അപ്പോൾ തന്നിട്ടുള്ള ഒബ്സർവേഷൻ 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ നമ്മൾ എങ്ങനെയാ മീൻ കാണാറ്? മീൻ കാണുമ്പോൾ നമ്മൾ ചെയ്യാറ് എന്താണ്? നമ്മൾ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ബാർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇതെല്ലാം കൂടെ കൂട്ടും ആണോ? അപ്പോൾ എന്ത് വരും? 70 പ്ലസ് 65 പ്ലസ് 45 പ്ലസ് 54 പ്ലസ് 72 പ്ലസ് 66 പ്ലസ് 58 പ്ലസ് 50 ബൈ എന്ത് ചെയ്യും? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 8 എണ്ണല്ലേ. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. ആഡ് ചെയ്യുമ്പോൾ 480 വരും. 480 ബൈ 8. അപ്പോൾ 48 ബൈ 8 എത്രയാണ്? 6. പിന്നെ ഒരു 0 കൂടി. അപ്പോൾ 60 ആയിരിക്കും കേട്ടോ മീൻ. ദെർഫോർ ദ മീൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 മാർക്ക് ആയിരിക്കും കേട്ടോ. 60 മാർക്ക്. ഇവിടെ സ്റ്റുഡൻസിന്റെ മാർക്ക് തന്നിട്ടില്ല, അപ്പോൾ 60 മാർക്ക്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 21 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 5 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രണ്ട് നമ്പർ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 21 എന്നും കുറച്ച് കഴിഞ്ഞാൽ 5 കിട്ടുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ രണ്ട് നമ്പേഴ്സിന് എക്സും വൈ ആയിട്ട് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്പർ എന്ത് ആയിട്ട് എടുക്കുന്നുണ്ട്? എക്സ് ആയിട്ടും രണ്ടാമത്തെ നമ്പർ വൈ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ 21. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 21 എന്ന് എഴുതാൻ പറ്റും. അതേമാതിരി ഡിഫറൻസ് എന്ത് തന്നിട്ടുണ്ട്? 5 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 എന്ന് എഴുതാൻ പറ്റും. ഇത് രണ്ടും കൂടിയാണ് സോൾവ് ചെയ്താൽ പോരെ. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് വൈ ഉണ്ട്, മൈനസ് വൈ ഉണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവില്ല. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2x പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആയി 21 5 26 എന്ന് വരും. എക്സ് അപ്പോൾ എന്ത് വരും? 26/2 13 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ എക്സ് കിട്ടി കഴിഞ്ഞു. ഇനി വൈ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഇക്വേഷന് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷന് കൊടുത്ത് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? വൈ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സ് കൊടുക്കണം. അപ്പോൾ 13 മൈനസ് വൈ ഈക്വൽ ടു 5 എന്ന് വരും. ഓക്കെ, നമുക്ക് വൈ കിട്ടണം. വൈനെ അപ്പുറത്തേക്ക് ഉണ്ടായ പോരെ. അപ്പോൾ എന്ത് വരും? 13 മൈനസ് 5 ഈക്വൽ ടു വൈ. അപ്പോൾ നമുക്ക് എന്ത് വരും? വൈ എന്ത് വരും? 8 എന്ന് വരും. ആണോ? നമുക്ക് വൈ കിട്ടി, എക്സും കിട്ടി. എക്സ് ഈക്വൽ ടു 13ഉം വൈ ഈക്വൽ ടു 8 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത് ക്ലിയർ ആണ് കരുതുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒക്കെ സിമ്പിൾ ആണ്, അതാണ് ഇവിടെ നിന്ന് സമയം കൊടുക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക, നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ദ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ്, ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4π ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് റേഡിയസ് എത്രയാണെന്ന് വെച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയയുടെ സ്ഥാനത്ത് പൈ ആർ സ്ക്വയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 4π എന്ന് തന്നിട്ടുണ്ട്. ആണോ? ഇനി നമുക്കിതിന്ന് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ പൈയും ക്യാൻസൽ ചെയ്തൂടെ? ബാക്കി എന്തുണ്ടാവും? ആർ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുണ്ടാവും. ആർ ഈക്വൽ ടു √4 അല്ലെങ്കിൽ 2. അപ്പോൾ ആർ എന്തായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, തന്നിട്ടുണ്ട് 4π സ്ക്വയർ സെന്റിമീറ്റർ എന്നാണ്. അപ്പോൾ റേഡിയസ് വരുമ്പോൾ 2 സെന്റിമീറ്റർ. ഓക്കെ, ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാവില്ല കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഈ ഫിഗറിൽ ഇത് നോക്ക്, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. ഇനി ഇത് നോക്കി നോക്ക്. ഇൻ ദ ഗിവൺ ഫിഗർ നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? വാട്ട് പാർട്ട് ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് സർക്കിൾ ഈസ് അൺഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത റീജിയൻ സർക്കിളിന്റെ എത്ര പാർട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ നമ്മളിപ്പോൾ സർക്കിളിന്റെ ഏരിയ എന്ന് ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 റീജിയൻ ഉണ്ട്. ആണോ? ഒരു 40 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ളത്, ഒരു 30 ഡിഗ്രി, ഒരു 50 ഡിഗ്രി സെൻട്രൽ ആംഗിൾ. അപ്പോൾ ടോട്ടൽ ഷെയ്ഡ് ചെയ്ത റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിൾ ഒക്കെ കൂടെ കൂട്ടിയതല്ലേ. അപ്പോൾ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ ഹാവ് സെൻട്രൽ ആംഗിൾ. എത്ര സെൻട്രൽ ആംഗിൾ ഉണ്ടാവും? ആ 3 ആംഗിളും കൂടിയാണ് കൂട്ടിയാൽ പോരെ സെൻട്രൽ ആംഗിൾ. ഈ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 40 90 90 120 ഡിഗ്രി എന്ന് വരും. സെൻട്രൽ ആംഗിൾ ഓഫ് 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ
ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെ എടുത്ത് മനസ്സിലായോ? ശരിക്കും നമുക്ക് ഈ ഷെയ്ഡ് ചെയ്തൊക്കെ കൂടെ 3 കൂടി കൂട്ടി വരച്ചാലേ ഷെയ്ഡ് ചെയ്തത് മാത്രം 3 ഷെയ്ഡ് ചെയ്തതും കൊണ്ട് എടുത്ത് മാറ്റി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു 120 ഡിഗ്രിയുടെ പോർഷൻ ആവുന്ന ഈ ഷെയ്ഡ് ചെയ്തത് മുഴുവൻ വരിക. ഓക്കെ ആണോ? അപ്പോൾ 120 ഡിഗ്രി. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അൺഷെയ്ഡഡ് റീജിയന്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺഷെയ്ഡഡ് റീജിയൻ വലിയ സർക്കിളിന്റെ എത്ര പാർട്ടാണെന്ന്. ശരിക്ക് ഒറിജിനൽ ഫുൾ സർക്കിളിന്റെ ഏരിയ എത്രയാണ്? ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? പൈ ആർ സ്ക്വയർ ആണ്. റേഡിയസ് 6 ആണെങ്കിൽ പൈ ആർ സ്ക്വയർ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എത്രയാണ്? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ഈ 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള എടുത്ത് കണ്ടാൽ പോരെ. അപ്പോൾ 120/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് വരും? 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് അൺഷെയ്ഡഡ് റീജിയൻ കിട്ടാൻ അൺഷെയ്ഡഡ് റീജിയന്റെ ഏരിയ അൺഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ശരിക്കും എന്തായിരിക്കും? ഈ പൈ ആർ സ്ക്വയറിന്ന് എന്ത് കുറച്ചാൽ മതി? 1/3 പൈ ആർ സ്ക്വയർ കുറച്ചാൽ പോരെ. അപ്പൊ ഈ പൈ ആർ സ്ക്വയറിന്റെ കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 - 1/3 എന്ന് വരും. അല്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കിയാൽ 2/3 പൈ ആർ സ്ക്വയർ എന്ന് വരും കേട്ടോ. അപ്പൊ ശരിക്ക് എന്താണ് ആൻസർ അറിയോ? 2/3 ടൈംസ് ദി അപ്പൊ ആൻസർ എങ്ങനെ എഴുതണം എന്നറിയോ? Therefore area of unshaded region എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/3 ടൈംസ് അങ്ങനെ എഴുതണം കേട്ടോ. 2/3 ടൈംസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ ആണോ? ഏരിയ ഓഫ് ദി ഒറിജിനൽ സർക്കിൾ. ഓക്കെ, എനിവേ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്, സ്കെച്ചിന്റെ വലുപ്പം ഒന്ന് ചെറുതാക്കട്ടെ. ആകെ നല്ല വലുതായി തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഇൻ ദ ഫിഗർ എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എ ബി 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, എ സി തന്നിട്ടുണ്ട്, എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബി സിയുടെ ലെങ്ത്. അത് നമുക്ക് ഡയറക്റ്റ് പൈതഗോറസ് തിയറം കൊടുക്കാം. അപ്പൊ എ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം. ഓക്കെ, അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് ബി സി എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് ഓഫ് 2² - 1² എന്ന് വരും. റൂട്ട് 4 - 1 എന്ന് വരും. റൂട്ട് 3 ആയിരിക്കും കേട്ടോ എ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഇതാണ്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. റൂട്ട് 3. അടുത്തത് ബി എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ ഹാവിംഗ് സൈഡ് ബി സി. ബി സി സൈഡ് ആയിട്ടുള്ള സ്ക്വയർ. അപ്പോൾ ബി സിയുടെ അളവ് ബി സി എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്. അപ്പൊ ബി സി സൈഡ് ആയിട്ടുള്ള സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? എല്ലാ സൈഡും റൂട്ട് 3. അപ്പൊ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് 3 ദ സ്ക്വയർ അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ എന്ന് വരും. കാൽക്കുലേറ്റ് ദ ഹാവിംഗ് സൈഡ് ബി സി. ഏരിയ അല്ല കാണാൻ പറഞ്ഞിട്ടുള്ളത്, പെരിമീറ്റർ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? സോറി, അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ റൂട്ട് 3 സൈഡ് ആയിട്ടുള്ള ആ ബി സി സൈഡ് ആയിട്ടുള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ അപ്പൊ എന്ത് വരും? നമുക്ക് 4√3 എന്ന് വരും അല്ലേ പെരിമീറ്റർ. സോറി, പറഞ്ഞതിൽ മാറ്റുണ്ട്. കാരണം നമുക്ക് പെരിമീറ്റർ കാണാൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് വരും? √3 √3 4 വട്ടം √3. അപ്പൊ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിമീറ്റർ ഈക്വൽ ടു 4√3 എന്ന് വരും. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 4√3 കറക്റ്റ് ടു സെന്റിമീറ്റർ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 4 × 0.3 അല്ല റൂട്ട് 3യുടെ വാല്യൂ നമ്മൾ എന്തെടുക്കുക? ഒരു 1.732 എടുത്താൽ മതി കേട്ടോ. അല്ല 1.73 എന്ന് എടുത്താൽ മതി. സെന്റിമീറ്റർക്ക് അല്ല. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? 6.92 മീറ്റർ എന്ന് വരും കേട്ടോ. ക്ലിയർ ആണോ? അവിടെ ബാക്കി യൂണിറ്റ് ഒക്കെ മീറ്ററിലായിരുന്നു. അപ്പോൾ √3 ബി സി എന്ന് പറയുന്നത് എന്ത് വരും? √3 മീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 6.92 മീറ്റർ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണ്? എഴുതുന്നു. അപ്പോൾ കറക്റ്റ് ടു സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് 2 എടുക്കുക. ഓക്കെ, ഇവിടെ എന്താ വന്നിട്ടുണ്ട്? ദ ബേസ് എഡ്ജ് ഓഫ് എ റെഗുലർ ഹെക്സഗണൽ പ്രിസം ഈസ് 80 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 15 സെന്റിമീറ്റർ. അപ്പോൾ അവിടെ ഒരു പ്രിസം ഉണ്ട്, അതിന്റെ ബേസ് വന്നിട്ടുണ്ട്. അത് റെഗുലർ ഹെക്സഗൺ ആണ് പറഞ്ഞിട്ടുണ്ട്. ഹെക്സഗൺ വെച്ച് കഴിഞ്ഞാൽ 6 സൈഡ് ഉള്ളത് ആണോ? റെഗുലർ ഹെക്സഗൺ ആണ്. എല്ലാ സൈഡും ഈക്വൽ ആണ്. ഞാൻ വരച്ചത് കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല. എനിവേ റെഗുലർ ഹെക്സഗൺ ആണ്. ഓക്കെ, പിന്നെ അതിന്റെ ബേസ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു പ്രിസാണ്. അപ്പൊ നമുക്ക്
ഫൈൻഡ് ദ ബേസ് ഏരിയ ഓഫ് ദ പ്രിസം. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗന്റെ ഏരിയ കാണണം. അപ്പോൾ റെഗുലർ ഹെക്സഗന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണാറ്? നമ്മൾ ഇതിനെ നമ്മൾ എന്താക്കി ഡിവൈഡ് ചെയ്യും? ഒരു 6 ട്രയാങ്കിൾ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഓർക്കുണ്ടോ? ഈ 6 ട്രയാങ്കിളിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടാൽ പോരെ. അപ്പോൾ ഇത് എന്ത് വരും? ഇത് ടോട്ടൽ 120 ഡിഗ്രിയാണ്, അത് അറിയാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിച്ചുകൂടെ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളിനെ ഞാൻ മാറ്റി വരക്കുന്നുണ്ട്. ഏതൊരു കുഞ്ഞു ട്രയാങ്കിളിന്റെ? ഇവിടെ ഉള്ള ഈ ട്രയാങ്കിളിനെ ഞാൻ സപ്പോസ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വരക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും? അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. വിത്ത് സൈഡ് എന്ത് വരും? വിത്ത് സൈഡ് 8 സെന്റിമീറ്റർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8 സെന്റിമീറ്റർ നമുക്ക് എന്ത് പറയാം? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. √3 × a/2 ദ ഹോൾ സ്ക്വയർ. സൈഡിന്റെ പകുതിയുടെ സ്ക്വയർ കാണാം. അപ്പോൾ √3 × 4 സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ 16√3 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഇല്ലേ? അപ്പോൾ നമുക്ക് therefore ബേസ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ 6 എണ്ണം 1 2 3 4 5 6. therefore ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഈക്വൽ ടു 6 × 16√3 എന്ന് വരും. ഓൾമോസ്റ്റ് 96√3 എന്ന് വരും. യൂണിറ്റ് എന്ത് വരും? സെന്റിമീറ്റർ സ്ക്വയർ കേട്ടോ, സെന്റിമീറ്റർ സ്ക്വയർ. ഇനി എന്തോ ചോദിച്ചിട്ടുണ്ട്? കാൽക്കുലേറ്റ് ദ വോളിയം. അപ്പോൾ കാൽക്കുലേറ്റ് ദ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ശരിക്കും എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. ഓക്കെ ആണോ? ബേസ് ഏരിയ ഇവിടെ തന്നിട്ടുണ്ട്. ബേസ് ഏരിയ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. 96√3. ഹൈറ്റ് എത്രയാണ്? ഇൻറ്റു 15 എന്ന് വരും. 15 എന്നൂടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 96√3 × 15 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു 1440√3 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും കേട്ടോ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അപ്പൊ കിട്ടും ആൻസർ. ഓക്കെ, ക്ലിയർ ആണ് കരുതുന്നു. ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂണ്ടേ. അടുത്ത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻ ദ ഫിഗർ ABC ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB ഇൻ സെന്റിമീറ്റർ? ABയുടെ ലെങ്ത് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ABയുടെ ലെങ്ത് കാണണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ശരിക്കും നമുക്കൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ഒരു BDC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിനെ അങ്ങോട്ട് മാറ്റി വരക്കുന്നുണ്ട്. BDC ഇവിടെ എന്താകുന്നുണ്ട്? 2√3. ഇത് ഏത് ആംഗിൾ? ഇക്വലാറ്ററൽ ആംഗിൾ ആകുമ്പോൾ ഇവിടെ 60 ഉണ്ടാവും. ഓക്കെ, അവിടെ ബൈസെക്ടർ അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ഉണ്ടാവും, ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവും. അത് നമ്മുടെ കയ്യിൽ റേഷ്യോ ഉണ്ട്. എന്താണ്? 30 60 90 ആണെങ്കിൽ റേഷ്യോ 1:√3:2 അറിയില്ലേ? അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക കേട്ടോ. 10th ഒരുപാട് ആവശ്യം വരും. 1:√3:2. അപ്പോൾ ഇവിടെ √3യുടെ 60ന്റെ ഓപ്പോസിറ്റ് നോക്ക്. ഇവിടെ 60ന്റെ ഓപ്പോസിറ്റ് √3 ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഒറിജിനൽ ട്രയാങ്കിൾ 60ന്റെ ഓപ്പോസിറ്റ് 2√3 ആണ്. ആണോ? 60ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്? 2√3 ആണ്. അപ്പൊ ഈ √3 എങ്ങനെ 2 ആയത്? × 2 ചെയ്തപ്പോഴല്ലേ. അപ്പൊ എല്ലാത്തിനും നമ്മൾ × 2 ചെയ്യണം. 1 × 2 2, 2 × 2 4. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30ന്റെ ഓപ്പോസിറ്റ് ആണ്. 30ന്റെ ഓപ്പോസിറ്റ് അപ്പൊ എന്ത് വരും? ഇതെന്ത് വരും? 2 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോൾ ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ നമുക്ക് 90ന്റെ ഓപ്പോസിറ്റ് 4 സെന്റിമീറ്റർ ആണോ? ഇവിടെയും 2 സെന്റിമീറ്റർ വരും. അപ്പൊ നമുക്ക് AB കിട്ടിക്കഴിഞ്ഞു. AB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് അപ്പൊ എന്ത് വരും? 4 സെന്റിമീറ്റർ എന്ന് വരും കേട്ടോ. B എന്ത് വരും? B ചോദിച്ചാൽ എന്താണ്? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ABC. അപ്പോൾ ഏരിയ ഓഫ് ദി ആ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കാണാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കാണാൻ വിത്ത് സൈഡ് A ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്തായിരുന്നു? √3 × a/2 ദ ഹോൾ സ്ക്വയർ എന്നായിരുന്നു. ആണോ? അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 4 സെന്റിമീറ്റർ അല്ലേ സൈഡ് വരും, എല്ലാം 4 സെന്റിമീറ്റർ വരും. അപ്പോൾ √3 × 4/2 ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ √3 × 2 സ്ക്വയർ. അപ്പോൾ 4√3 എന്ന് വരും. 4√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. എങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻക്ക് പോകണേ. എന്താ വന്നിട്ട്? ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി ഈസ് 12 സെന്റിമീറ്റർ. അപ്പൊ എന്ത് വന്നിട്ടുണ്ട്? ഒരു സർക്കിളില് കോഴിമുട്ടക്കായോ
സർക്കിളിൽ സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി ആകുമ്പോൾ ഉള്ള ആർക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. ഇവിടെ സെൻറ്റർ ഉണ്ടെങ്കിൽ സപ്പോസ് സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി, ഇപ്പോൾ ഈ ആംഗിൾ 80 ഡിഗ്രി ആകുമ്പോഴുള്ള ആർക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. ഇനി നമ്മളോട് കാണാൻ പാടുള്ളത് സെൻട്രൽ ആംഗിൾ ആർക്ക് ലെങ്ത് 20 ഡിഗ്രി ആകുമ്പോഴുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ ഉണ്ട് ആണോ? നമുക്ക് എന്താണ് ആർക്ക് ലെങ്ത് കാണാൻ L ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇക്വേഷൻ? തീറ്റ തന്നിട്ടുള്ള സെൻട്രൽ ആംഗിൾ എത്രയാണോ θ/316 ഇൻറ്റു 2πr എന്ന് വരും ആണോ? 2πr എന്ന് വരും. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ L ഇത് തന്നിട്ടുള്ള ഡാറ്റയുടെ 80 ഡിഗ്രി ആകുമ്പോൾ സെൻട്രൽ ആംഗിൾ ആകുമ്പോൾ എന്ത് വരും? 80/360 ഇൻറ്റു 2πr എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ 1 എന്ന് വിളിക്കുന്നുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 20 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആകുമ്പോഴുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ഐഡിയ വേണം. 20/360 ഇൻറ്റു 2πr ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ ഇവിടെ നമുക്കൊരു 4നെ പുറത്തെടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് നമുക്ക് എത്രയും തന്നിട്ടുണ്ടായിരുന്നു? ഇത് നമുക്ക് 12 തന്നിട്ടുണ്ട് ആണോ? ഇവിടെ നമുക്ക് 12 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 4നെ പുറത്തെടുത്ത് എഴുതി കൂടെ 4 ഇൻറ്റു അപ്പോൾ എന്ത് വരും? 20/360 ഇൻറ്റു 2πr. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈക്വൽ ടു പൈ. ഈ ഒരു സാധനം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 4നെ ഇങ്ങോട്ട് ഇടുന്നാൽ പോരെ. അപ്പോൾ 12/4 ഈക്വൽ ടു 12/4 ഈക്വൽ ടു 20/360 ഇൻറ്റു 2πr എന്ന് വരും ആണോ? അപ്പോൾ 3 എന്നാണ് ആൻസർ വരിക. 3 ഈക്വൽ ടു 20/360 ഇൻറ്റു 2πr. ക്ലിയർ ആണോ? അതാണ് കേട്ടോ. അപ്പോൾ ആൻസർ എന്ത് വരും? ഫസ്റ്റത്തെ എയുടെ ആൻസർ വരാൻ പോകുന്നത് എന്തായിരിക്കും? 3 സെന്റിമീറ്റർ എന്നായിരിക്കും. ക്ലിയർ ആയ? അടുത്ത എന്ത് പറഞ്ഞിട്ടുണ്ട്? അടുത്ത സിമ്പിൾ ആണ്. ഇതിന്റെ 1/2 1.5 ടൈംസ്. അപ്പോൾ ഇപ്പോൾ 20 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ളിടുമ്പോൾ തന്നെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? റേഡിയസിന്റെ 1.5 ടൈം. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു 3/2 കൂടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 × 3/2 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ബിയുടെ ആൻസർ എന്ത് വരും? 3 × 3/2. കാരണം 1.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 × 3/2 ആണ്. 1 × 2 2 + 1/2 എന്ന് വരും, അല്ലെങ്കിൽ 3/2 എന്ത് വരും? അപ്പോൾ 9/2 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 4.5 സെന്റിമീറ്റർ എന്ന് വരുവേ. ഓക്കെ, ക്ലിയർ ആണെന്ന് എഴുതുന്നു. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വരക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ റഫായിട്ട് വരക്കാനുള്ളത് എങ്ങനെയാ പറഞ്ഞുതരാം. ഡ്രോ ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 13 സെന്റിമീറ്ററിലുള്ള ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 13നെ നമുക്ക് തുല്യം 3 പീസാക്കി കട്ട് ചെയ്യണം. അത് നമുക്ക് എന്തായാലും അറിയില്ല. പക്ഷെ നമുക്ക് 3 പീസാക്കി കട്ട് ചെയ്യാൻ അറിയുന്ന സാധനം ഉണ്ട്. ഇപ്പോൾ ഒരു 12 സെന്റിമീറ്ററോ 6 സെന്റിമീറ്ററോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 3 പീസായി കട്ട് ചെയ്യാൻ അറിയാം. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു 6 സെന്റിമീറ്റർ എടുത്തു. 6 സെന്റിമീറ്റർ നമ്മൾ എങ്ങനെ ഈക്വലായി 3ആയി കട്ട് ചെയ്യും? 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. ഓക്കെ, ഇതുവരെ ഉള്ളൂ വിചാരിക്കുക. നോക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്തിരുന്നത് പാരലൽ ലൈൻ വരക്കും. ഓക്കെ, അതൊക്കെ ഓർമ്മ ഉണ്ടാവും കരുതുന്നോ? അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഒരു സൈഡ്, ഈ സൈഡ്സ് ആയിരിക്കും നമ്മുടെ ട്രയാങ്കിളിന്റെ സൈഡ് ആണോ? പിന്നെ നമ്മൾ ഇപ്പോൾ സപ്പോസ് സെൻറ്ററിലാണെങ്കിൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഇത് കോമ്പസിൽ എടുക്കും, വരയ്ക്കും. ആർക്ക് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ വരക്കാൻ. ഇവിടെ 2 ആർക്കൊക്കെ വരും. ഓക്കെ, ക്ലിയർ ആണ് കരുതുന്നു. ഇതൊന്നും സമയം കളയുന്നില്ല. വരക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ക്ലിയർ ആക്കാം കേട്ടോ. അടുത്തത്, ദ റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ റേഡിയസ് 1 ആകുമ്പോൾ പെരിമീറ്റർ 2π. സിമ്പിൾ അല്ലേ? അത് ശരിക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. P = 2πr ആണ്. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2π × റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് 1 ആകുമ്പോൾ എന്ത് വരും? റേഡിയസ് 1 ആകുമ്പോൾ P = 2π എന്ന് വരും. റേഡിയസ് 2 ആകുമ്പോൾ എന്ത് വരും? P = 2π × 2 അല്ലെങ്കിൽ 4π എന്ന് വരും ആണോ? അപ്പോൾ അതാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. ഇപ്പോൾ റേഡിയസ് 6 ആകുമ്പോൾ എന്ത് വരും? റേഡിയസ് 6 ആകുമ്പോൾ നമ്മുടെ എന്ത് വരും? 2πr വരും. എല്ലാവർക്കും ഡൗട്ട് ഇല്ലല്ലോ. റേഡിയസ് 6 ആകുമ്പോൾ പെരിമീറ്റർ 2πr വരും. അപ്പോൾ കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ അവിടെ എന്ത് വരും? അവിടെ 2πr കൊടുക്കുക. ബി എന്താ വെച്ചിട്ടുള്ളത്? ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ പ്രൊപ്പോർഷണൽ ടു ദി റേഡിയസ്. അപ്പോൾ സർക്കംഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിമീറ്ററിനാണ് ഉദ്ദേശിക്കുന്നത്. പെരിമീറ്റർ റേഡിയസിന് പ്രൊപ്പോർഷണൽ ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? P = 2π × r എന്നല്ലേ? നമ്മൾ എപ്പോഴാണ് പ്രൊപ്പോർഷണൽ എന്ന് എഴുതരുത്? ഫോർ സം y = kx എന്ന് എഴുതാൻ പറ്റും. ഇവിടെ k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്. നോക്കി നോക്ക്, ഇവിടെ P = kx എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ അല്ലേ? കാരണം പെരിമീറ്റർ ആണ് ഇവിടെ കോൺസ്റ്റന്റ്. 2ഉം കോൺസ്റ്റന്റ് ആണ്, പൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ k × r എന്ന് പറയുന്ന രൂപത്തിൽ തന്നെയാണ് വേർ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ത് വരും? 2π ആണ് കേട്ടോ ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. വേർ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് = 2π.
ഓക്കെ, ക്ലിയർ ആണ് കരുതുന്ന. അടുത്ത ക്വസ്റ്റ്യൻ. The base radius of two cylinders are in the ratio 1:2 and their heights in the ratio 4:3. അപ്പോൾ റേഡിയസിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് R1:R2 തന്നിട്ടുണ്ട് 1:2 ആണെന്ന്. അതേമാതിരി എന്ത് തന്നിട്ടുണ്ട്? ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? R1/R2 = 1/2 എന്ന് എഴുതാം. അതുപോലെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഇതൊന്ന്. പിന്നെ H1:H2 തന്നിട്ടുണ്ട്, എന്ത് തന്നിട്ടുണ്ട്? 4:3 എന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ H1:H2 എന്ത് തന്നിട്ടുണ്ട്? 4:3 എന്ന് തന്നിട്ടുണ്ട്. 4:3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് എഴുതാം? H1/H2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4/3 വരും. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് റേഷ്യോ ഓഫ് ദെയർ ലാറ്ററൽ സർഫസിന്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എന്ത് വരും? ലാറ്ററൽ സർഫസ് ഏരിയ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സർഫസ് ഏരിയ? അപ്പോൾ ആദ്യം നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ഉണ്ട്, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. അപ്പോൾ 2πr ഇൻറ്റു ഹൈറ്റ് എന്ന് വരും, ആണോ? അപ്പോൾ ഇതിനെ നാം ഫസ്റ്റ് സിലിണ്ടർ ആയിട്ടും ഇതിനെ ഞാൻ സെക്കൻഡ് സിലിണ്ടർ ആയിട്ടും എടുക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. ഫസ്റ്റ് സിലിണ്ടർ, അതായത് 2 സിലിണ്ടർ ഉണ്ട്. ഓക്കെ, 2 സിലിണ്ടർ ഉണ്ട്. ഒന്നാമത്തേനെ ഞാൻ 1 എന്നും രണ്ടാമത്തേനെ ഞാൻ 2 എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിലിണ്ടറിന്റെ എന്ത് എഴുതാൻ പറ്റും? LSA ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ഫസ്റ്റ് സിലിണ്ടർ ബൈ, നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, റേഷ്യോ അല്ലേ, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് സിലിണ്ടർ, ആണോ? അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ത് വരും? 2π ഇൻറ്റു R1H1 എന്ന് വരും, ആണോ? രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് വരും? 2π ഇൻറ്റു R2H2 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ക്യാൻസൽ ചെയ്യുക. ബാക്കി ആരുണ്ടാവും? R1H1 ബൈ R2H2. ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, R1 ബൈ R2 ഇൻറ്റു H1/H2. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, റേഷ്യോ തന്നുകൊണ്ട്. R1/R2 നമുക്ക് 1/2 എന്ന് എഴുതാം, H1/H2 നമുക്ക് 4/3 എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? 4/6, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്തതിന് എന്ത് വരും? 2/3 എന്ന് വരും കേട്ടോ. അപ്പോൾ 2/3 എന്ന് വരും റേഷ്യോ. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? LSA1 ബൈ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ഫസ്റ്റ് ബൈ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ്, ഇപ്പോൾ റേഷ്യോ ആക്കി ഫസ്റ്റത്തെ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം കേട്ടോ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് 1:2, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് 2 എന്ന് പറയുന്നത് 2:3 എന്ന് എഴുതാം കേട്ടോ. ഇതാണ് എയുടെ ആൻസർ. ബി എന്ത് വരും? ഫസ്റ്റത്തെ സിലിണ്ടറിന്റെ തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇത് ഈക്വൽ ടു 2/3 എന്നുണ്ട്. ഫസ്റ്റത്തെ സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, 13 തന്നിട്ടുണ്ട്. LSA2 ആണ് കണ്ടുപിടിക്കേണ്ടത്, ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് സിലിണ്ടർ കണ്ടുപിടിക്കണം. അപ്പൊ 2/3 ഉണ്ട് ഇവിടെ. നമുക്കിത് സോൾവ് ചെയ്താൽ പോരെ. അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 3 × 13/2 എന്ന് വരും. അപ്പോൾ 3 × 15 ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് സിലിണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 3 × 15 45 cm² എന്ന് വരും കേട്ടോ. ക്ലിയർ ആണ് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ബിയുടെ ആൻസർ കേട്ടോ. അപ്പോൾ ബി ആണ് ഇത്രയും ഇത് ചെയ്തത്. ഓക്കെ ആണ് കരുതുന്നു. ഓക്കെ, മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ. P(0) ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ P(x) നമുക്ക് തന്നിട്ടുണ്ട്. P(x) = x² + 3x + 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ P(0) ആണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 0² + 3 × 0 + 2 ആണോ? അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് 2 ആൻസർ ആയി കിട്ടും. ഇനി നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ ഇതാണ് എയുടെ ആൻസർ. ബി എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? P(1) കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1² + 3 × 1 + 2. ഓക്കെ, അപ്പോൾ 1 + 3 + 2. ഓക്കെ ആണോ? 3 + 3 എന്ത് വരും? 6 എന്ന് വരും കേട്ടോ. അല്ലെ, 6 അല്ലേ വരിക? ക്ലിയർ ആണോ? ഇത് 6 വരെ. സി എന്ത് ചോദിച്ചിട്ടുണ്ട്? P(1) + P(-1). അപ്പൊ അതിൽ നമുക്ക് P(1) അറിയാം, P(1) നമ്മൾ കണ്ടുപിടിച്ചു 6 ആണെന്ന്. P(0) നമുക്ക് കിട്ടി 2 ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് P(-1) കൂടി കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് P(-1) എന്ന് വെച്ചാൽ എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കുക. -1² + 3 × -1 + 2 എന്ന് വരും. അപ്പോൾ 1 - 3 + 2 എന്ന് വരും, ആണോ? 1 + 2 3 - 3. അപ്പൊ എന്ത് വരും? 0 എന്ന് വരും. അപ്പൊ നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ therefore നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P(1) + P(-1) ബൈ P(0) എന്നാണ്. ഓക്കെ, എനിവേ നമുക്ക് ചെയ്ത് നോക്കാം. P(1) എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടായിരുന്നു? P(1) 6, P(-1) 0 ബൈ P(0) 2 ആണോ? അപ്പോൾ 6/2 3 എന്ന് വരും കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇൻ ദ ഫിഗർ ദ ഡയാമീറ്റർ ഓഫ് ദി ലാർജ് സർക്കിൾ. അപ്പൊ ഈ സർക്കിളിന്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട്. ഇത്രയും ദൂരമാണ് 8 cm, ആണോ? ഓക്കെ,
ടു സെമി സർക്കിൾസ് വിത്ത് ഹാഫ് ദ ഡയാമീറ്റർ. അപ്പോൾ ഇതിന്റെ ഹാഫ് ഡയാമീറ്റർ ഹാഫ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇതിന്റെ ഡയാമീറ്റർ എന്ത് വരും? 4 സെന്റിമീറ്റർ വരും. ഇത്രയും ദൂരം രണ്ടിന്റെയും 4 സെന്റിമീറ്റർ വരും. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ ആണോ? അപ്പോൾ സ്മോൾ സർക്കിളിന്റെ റേഡിയസ് എന്ന് വെച്ചാൽ ഇത്രയും ദൂരം അല്ലേ? അപ്പോൾ എന്ത് വരും? 2 സെന്റിമീറ്റർ വരും. ക്ലിയർ ആണ് കരുതുന്നു. റേഡിയസ് കിട്ടി. അപ്പോൾ എയുടെ ആൻസർ എന്താണ്? എ ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ബി എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ലാർജ് സെമി സർക്കിൾ. ഏരിയ ഓഫ് ദി ലാർജ് സെമി സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? അവിടെ സെമി സർക്കിൾ ആകുമ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു പൈ ആർ സ്ക്വയർ വരും ആണോ? ഇവിടെ എന്തുണ്ട്? ഹാഫ് ഇൻറ്റു ഡയാമീറ്റർ 8 ആണ്. അപ്പോൾ റേഡിയസ് എന്ത് വരും? 4 എന്ന് വരും. അപ്പോൾ 4 സ്ക്വയർ. ക്ലിയർ ഹേ? അപ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു 16 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും കേട്ടോ. Moving into the C part. What is the area of the shaded region? Area of the shaded region കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഏരിയ ഓഫ് ദി ഈ സെമി സർക്കിളിൽ നിന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിന്റെ മുഴുവൻ ഏരിയ ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനത്തെ രണ്ടെണ്ണത്തിന്റെ ഏരിയ കുറച്ചാൽ പോരെ ആണോ? അപ്പോൾ ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിളിന്ന് എന്ത് കുറച്ചാൽ മതി? ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ മൈനസ് 2 ഇൻറ്റു ഏരിയ ഓഫ് സ്മോൾ സെമി സർക്കിൾ. അപ്പോൾ നമുക്ക് എന്ത് വരും എന്ന് നോക്കി നോക്കാം. ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ നമുക്ക് കിട്ടി 8 പൈ എന്ന് കിട്ടി. അതിൽ നിന്ന് എന്ത് കുറക്കണം? 2 ഇൻറ്റു ഏരിയ ഓഫ് ഒരു സെമി സർക്കിളിന്റെ ഏരിയ എന്ത് വരും? റേഡിയസ് 2 ആണോ? അപ്പൊ എന്ത് വരും? നമ്മൾ നേരത്തെ ചെയ്ത മാതിരിയാണെങ്കിൽ 1/2 ഇൻറ്റു പൈ ഇൻറ്റു 2 സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ 2 ഇൻറ്റും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 8 പൈ മൈനസ് 4 പൈ എന്ന് വരും. ആൻസർ എന്ത് വരും? 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ കേട്ടോ. ഇതായിരിക്കും കേട്ടോ സിയുടെ ആൻസർ. എയുടെ ആൻസർ 2, ബിയുടെ ആൻസർ 8 പൈ, സിയുടെ ആൻസർ 4 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആണ് വരുന്നത്. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്നുണ്ട് ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ ഇതും സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് വരും? മോഡ് x + 2 = 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഒന്നുമില്ലെങ്കിൽ x + 2 = 5 ആയിരിക്കാം. അല്ലെങ്കിൽ വേറൊരു ചാൻസ് എന്താണ്? ഇതിന്റെ മൈനസ് ഓഫ് x + 2 = സോറി പറഞ്ഞതിന് മാറിപ്പോയെ. x + 2 = 5 ആയിരിക്കാം. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? x + 2 = -5 ആയിരിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ x = 5 - 2 ആവും. 3x = ഇവിടെ മൈനസ് ആണ്. -5 - 2 -7 ആവും. അപ്പോൾ രണ്ട് സംഖ്യകൾ x = 3 or x = -7. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സിൽ x - 6 മോഡ് x - 6 = മോഡ് x + 2 പറഞ്ഞതിന് അതിന്റെ അർത്ഥം എന്താവും? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനത്തിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? മോഡുലസ് ഓഫ് x - -2 ആണോ? അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏതോ ഒരു പോയിന്റ് -2 എന്ന് പറയുന്ന പോയിന്റ് ഏതോ ഒരു പോയിന്റ് x എന്ന് പറയുന്ന പോയിന്റ് -2 നിന്നും 6 നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ പോരെ x കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ x എന്ന് വെച്ച് കഴിഞ്ഞാൽ x = എന്ത് വരും? 6 + -2/2 എന്ന് വരും ആണോ? 6 - 2 4/2 അല്ലെങ്കിൽ 2 എന്ന് വരും കേട്ടോ. അപ്പോൾ 2 ആയിരിക്കും x എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ആൻസർ എന്താണ്? 2 കേട്ടോ. ഓക്കെ, അപ്പോൾ x = 2 ആണ് ബിയുടെ ആൻസർ. ക്ലിയർ ആണ് കരുതുന്നു. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? വീഡിയോയുടെ ലെങ്ത് കൂടുണ്ടോ? ഇനി നമുക്ക് ഇതിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇൻ ദ ഫിഗർ ദ സൈഡ് ഓഫ് എ റെക്ടാങ്കിൾ ആർ 6 cm and 4 cm. എ സെക്ടർ ഈസ് ഡ്രോൺ വിത്ത് എ വെർട്ടെക്സ് ആസ് എ സെന്റർ. ഇവിടെ റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലൊന്നും ഡൗട്ട് ഇല്ല. ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 4 × 6 24 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സെക്ടർ. ഏരിയ ഓഫ് ദി സെക്ടർ എന്ന് വെച്ചാൽ ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രിയും റേഡിയസ് 4 അല്ലേ വരിക. അപ്പോൾ നമുക്ക് അതിന്റെ സെൻട്രൽ ആംഗിൾ അറിയാം. അപ്പോൾ നമുക്ക് 90/316 ഇൻറ്റു എന്ത് കൊടുത്താൽ മതി? സെക്ടറിന്റെ ഏരിയ എന്ത് വരും? പൈ ഇൻറ്റു 4 സ്ക്വയർ. റേഡിയസ് 4 ആണല്ലോ. നമുക്ക് 90/316 എന്ന് വെച്ചാൽ 1/4 ഇൻറ്റു പൈ ഇൻറ്റു 4 സ്ക്വയർ. 4 സ്ക്വയറിനാണെങ്കിൽ നമുക്ക് 4 × 4 എന്ന് എഴുതാം. ഒരു 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 4 പൈ വരും ആണോ? നമുക്ക് 4 പൈ വരും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ ആണ് സി ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ദി
ഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 24 എന്നാണോ ടോട്ടൽ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് ഈ സെക്ടറിന്റെ ഏരിയ കുറച്ചാൽ മതി. അപ്പോൾ 24 മൈനസ് 4π എന്ന് വരും കേട്ടോ. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ കൊണ്ട് യൂണിറ്റ് അത് വരും. ഓക്കെ, എത്ര എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. എനിവേ ദ ബേസ് 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബേസ് എഡ്ജസ് ഓഫ് എ ട്രയാങ്കുലാർ പ്രിസം. അപ്പോൾ താഴെ ട്രയാങ്കുലാർ പ്രിസം തന്നിട്ട്, ട്രയാങ്കുലാർ പ്രിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ബേസ് എഡ്ജസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്, 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ. അതേമാതിരി അതിന്റെ പ്രിസത്തിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്, 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ബേസ് പെരിമീറ്റർ ഓഫ് ദി പ്രിസം ആണ്. ബേസ് പെരിമീറ്റർ എന്ന് വെച്ചാൽ താഴെ ട്രയാങ്കിൾ ആവുകൊണ്ട് ആ 3 സൈഡ് കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എന്ത് വരും, ട്രയാങ്കിൾ ആണല്ലോ ബേസ്. അപ്പോൾ എന്ത് വരും, പെരിമീറ്റർ, ബേസ് പെരിമീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വരും, 5 + 12 + 13 വരും ആണോ. അപ്പോൾ നമുക്ക് 20 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, 20 തന്നെയല്ലേ വരിക. സോറി കേട്ടോ, കൂട്ടിയത് മാറിപ്പോയതാ. 30 സെന്റിമീറ്റർ എന്ന് വരും. ഇനി ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ആണോ ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ ഇതിലൊന്നും ഡൗട്ട് ഇല്ല, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസ് പെരിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബേസ് പെരിമീറ്റർ നമുക്ക് കിട്ടി 30 ഇൻറ്റു ഹൈറ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 ആണെന്ന്. അപ്പോൾ എന്ത് വരും, 600 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും കേട്ടോ. ഏരിയ ആണല്ലോ. ഇനി അതേമാതിരി ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, 2 ഇൻറ്റു ബേസ് പെരിമീറ്റർ ആണോ, രണ്ടെങ്കിലും ട്രയാങ്കിൾ ഉണ്ടാവുമല്ലോ, പ്ലസ് എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. അപ്പോൾ ഇതിൽ ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇത് 600 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി 2 ഇൻറ്റു ബേസ് പെരിമീറ്റർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ബേസ് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബേസ് ഏരിയ ആണ്, ബേസ് ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ ആണല്ലോ ബേസ് ഏരിയ. അപ്പോൾ ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ട്രയാങ്കിളിന്റെ സൈഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ ശരിക്കും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം, ഇവിടെ 5ഉം 12ഉം 13 ഉള്ളത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. കാരണം ഇത് പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. വേണമെങ്കിൽ നോക്കാം, 5² + 12² എന്ന് വെച്ച് കഴിഞ്ഞാൽ 13² ആണോ എന്ന് നോക്കിയപ്പോൾ 5² 25ഉം 144ഉം 169. ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഇത് കൂട്ടിയാൽ 169 കിട്ടും, ഇവിടെ 169. പക്ഷെ അപ്പോൾ ഇത് ശരിക്കും ഒരു പൈതഗോറസ് തിയറം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഹാഫ് BH കൊടുത്താൽ മതി. ഇനി അതറിയാത്തവർക്ക് മറ്റേ ഫോർമുല കൊടുക്കാം. ABC ആണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഫോർമുല ഉണ്ടായിരുന്നു ഏരിയ കാണാൻ, √S × S - A. S എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതി, S - B × S - C. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിവേ നമുക്കിപ്പോൾ ഡയറക്റ്റ് ഹാഫ് BH കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് വരും, 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് എന്ത് വരും, 5 ഇൻറ്റു 12 ആണോ, പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടി നമുക്ക് 600 ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാറവരൊക്കെ ക്യാൻസൽ ചെയ്തതിന് 5 ഇൻറ്റു 12 60 + 600 എന്ന് വരും. അപ്പോൾ 660 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ വഴിയിൽ ഒന്ന് എന്ത് കണ്ടുപിടിച്ച് നോക്കുക, ഏരിയ കണ്ടുപിടിച്ച് നോക്കുക, എന്നിട്ട് കിട്ടുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, S - A × S - B × S - C ഉണ്ട്. ഓക്കെ, എനിവേ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി എന്ത് പറയുന്നുണ്ട്, ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഡിക്രീസ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിട്ടോ. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഒരു റെക്ടാങ്കിൾ ഉണ്ട്. അപ്പോൾ ഒറിജിനലി ഒരു റെക്ടാങ്കിൾ ഉണ്ട്, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഞാൻ X ഉം Y ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഇവരതിന്ന് 1 മീറ്റർ കുറച്ചൊരു റെക്ടാങ്കിൾ ഉണ്ടാക്കി. അപ്പോൾ കുഞ്ഞൊരു റെക്ടാങ്കിൾ, ലെങ്ത്തും ബ്രെഡ്ത്തും കുറച്ചു. അപ്പോൾ അതിന്റെ സൈഡ്സ് എന്ത് വരും, ലെങ്ത്ത് X - 1 വരും, ബ്രെഡ്ത്തും Y - 1 ആവും. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിന്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട് 99 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ഇവർ വേറെ ഒന്നുകൂടെ ഉണ്ടാക്കി, ഓരോ മീറ്റർ കൂട്ടിയിട്ടും ഉണ്ടാക്കി ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ ഇത് X ഉള്ളത് X + 1 ആവും, Y ഉള്ളത് Y + 1 ആവും. അപ്പോൾ അപ്പോഴുള്ള ഏരിയയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 99 ആയിരുന്നു. ഇവിടെയുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നിട്ടുള്ളത് 143 ആണ്. അപ്പോൾ ഈ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളോട് ഒറിജിനൽ റെക്ടാങ്കിളിന്റെ എന്താണ് ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അതും കണ്ടുപിടിക്കണം. അതേമാതിരി ഏരിയ ഓഫ് ദി ഈ XYയുടെ ഏരിയ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യാം. അപ്പോൾ തന്നിട്ടുള്ള കാര്യം എന്താണ്, ഇതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താവും, ശരിക്ക് X - 1 × Y - 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ട്, 99 ആണ് തന്നിട്ടുണ്ട്. അതേമാതിരി Y + 1 ആണ്. അതേമാതിരി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, X + 1 × Y + 1 = എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 143 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കൂടാണ് സോൾവ് ചെയ്താൽ പോരെ. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. അത് ആവശ്യമില്ല, അത് വായിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനെങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് X × Y എന്താവും, XY ആവും. പിന്നെ എന്തുണ്ടാവും, X × -1 -X ആവും, -1 × Y -Y ആവും, -1 × 1
പ്ലസ് 1 എന്നുണ്ടാവും. ഓക്കെ ആണോ? ഈക്വൽ ടു 99 എന്നാവും. അതേമാതിരി ഇതിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ് വൈ ഉണ്ടാവും, എക്സ് ഇൻറ്റു വൈ, പിന്നെ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് വൈ പ്ലസ് 1 ഇൻറ്റു പ്ലസ് 1 പ്ലസ് 1 ആണോ? ഈക്വൽ ടു എന്ത് വരും? 143 എന്ന് വരും. അപ്പോൾ ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പ്ലസ് 1 ഒക്കെ അപ്പുറത്ത് കൊണ്ടുപോയിക്കൂടെ. അപ്പോൾ ഞാനത് ഇവിടുന്നേ കൊണ്ടുപോകണ്ടേ, ഇനി ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അല്ല, നമുക്ക് സ്റ്റെപ്പ് കുറക്കാമല്ലോ. അപ്പോൾ ഇതെന്താവും? 99 മൈനസ് 1 എന്നാവും, 98 ആവും. ഇവിടെ 142 എന്നാവും. ഓക്കെ, 142 എന്നാവും. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിൽ ശരിക്കും ഇത് ആഡ് ചെയ്ത് എന്താ സംഭവിക്കും? ഈ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആവും, മൈനസ് വൈയും പ്ലസ് വൈയും ഒക്കെ ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടൂല. അപ്പോൾ ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2xy ഉണ്ടാവും, ബാക്കിയൊക്കെ 0 ആവും. മൈനസ് എക്സ് പ്ലസ് എക്സ് 0, മൈനസ് വൈ പ്ലസ് വൈ 0, ബാക്കി എന്തുണ്ടാവും? 142 പ്ലസ് 98 എന്നുണ്ടാവും. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കാം. 0 114 240 എന്ന് വരും. അപ്പോൾ 2xy ഈക്വൽ ടു 40. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഒറിജിനൽ ട്രയാങ്കിൾ എക്സും വൈയും ആയിരുന്നില്ലേ, ഒറിജിനൽ റെക്ടാങ്കിൾ. അപ്പോൾ അതിന്റെ ഏരിയ എന്ത് വരും? xy ഈക്വൽ ടു അതിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ xy അല്ലേ. അപ്പോൾ നമുക്ക് xy കണ്ടുപിടിച്ചാൽ പോരെ. 240/2 120 എന്ന് വരും കേട്ടോ. അപ്പോൾ 120 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ, അവിടെ യൂണിറ്റ് എന്നുള്ളത് മീറ്ററിലാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ത്? ഏരിയ. അപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടി. എത്രയാണ്? 120 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടി നോക്കിയേക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എക്സ് വൈ എടുത്തിട്ട് ഈ രണ്ട് ഇക്വേഷനിലും കൊടുത്താൽ എന്താവും? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ആദ്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനെ 2 എന്ന് വിളിക്കുകയാണെങ്കിൽ 2 കൊടുത്തതിന് എന്താവും? എക്സ് വൈയുടെ സ്ഥാനത്ത് 120 പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 142 എന്നാവും. അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ത് വരും? 142 മൈനസ് 120 എന്ന് വരും. അപ്പോൾ നമുക്ക് 22 എന്ന് വരും കേട്ടോ. അപ്പോൾ എക്സ് പ്ലസ് വൈ 22 വരും. അതേമാതിരി ഇതിലൂടെ നമുക്ക് കൊടുത്തു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ആൻസർ പറയാം. ഏതോ രണ്ട് സംഖ്യ അത് കൂട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഗുണിച്ചു കഴിഞ്ഞാൽ 120 കിട്ടും, കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ രണ്ട് സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 22 കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്ക്. 10 × 12 എത്രയാണ്? 120 അല്ലേ. 10 + 12 എത്രയാണ്? 22 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ ശരിക്കും എന്തായിരിക്കും? അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10ഉം ബ്രെഡ്ത്ത് എന്തായിരിക്കും? 12 ആയിരിക്കും കേട്ടോ. വേണമെങ്കിൽ ഇതിന് അതിൽ കൊടുത്തിട്ട് സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സമയം കളയുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. ഇനി 18ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ വൺ സൈഡ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈസ് 6 സെന്റിമീറ്റർ. റെഗുലർ ഹെക്സഗണിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, ആണോ? സെക്ടേഴ്സ് വിത്ത് വെർട്ടിസസ് ഹെക്സഗൺ ആസ് സെന്റർ. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ? ഈ സെക്ടറിന്റെ ഒരു സെൻട്രൽ ആംഗിൾ. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ മതി? റെഗുലർ ഹെക്സഗണിന്റെ 1 ആംഗിൾ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ റെഗുലർ ഹെക്സഗണിന്റെ സം ഓഫ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ ഇക്വേഷൻ n-2 × 180 എന്നാണ്. അപ്പോൾ എന്ത് വരും? 6 - 2 × 180 ആണ്. 4 × 180 ആണ്. അപ്പോൾ എന്ത് വരും? ഓൾമോസ്റ്റ് 720 ഡിഗ്രി വരും. അപ്പോൾ 1 ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 720 ഡിഗ്രി ബൈ 6 സൈഡ് അല്ലേ. അപ്പോൾ എന്ത് വരും? 120 ഡിഗ്രി കേട്ടോ. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? അപ്പോൾ ഏടെ ആൻസർ എന്താണ്? 120 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ? അപ്പോൾ എ കിട്ടി 120 ഡിഗ്രി. പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? 6. എല്ലായിടത്തും 6 അല്ലേ. അപ്പോൾ 6 × 6 വരും, ആണോ? 36 സെന്റിമീറ്റർ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്താൽ മതി? ഈ ആർക്ക് ലെങ്ത്തുകൾ കണ്ടുപിടിച്ചാൽ പോരെ. ഇങ്ങനത്തെ ഒരു ആർക്ക് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് × 6 ചെയ്താൽ പോരെ. നമുക്ക് സെൻട്രൽ ആംഗിൾ ഉണ്ട്. അപ്പോൾ 1 ആർക്ക് ലെങ്ത് എന്ത് വരും? 1 ആർക്ക് ലെങ്ത് എന്ത് വരും? 120/316 × 2πr എന്ന് വരും. 6 ഇവിടെ ഇത് നോക്ക്. ഇനി 6ന്റെ കാര്യത്തിലും കൂടി തീരുമാനമാവുണ്ട്. ഇവിടെ 6 ടോട്ടൽ എത്ര ഉണ്ട്? 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരല്ലേ വരിക. ഏത് ദൂരം? ഈ ഒരു ദൂരല്ലേ റേഡിയസ് വരുള്ളൂ. അപ്പോൾ ഇതെന്തുണ്ടാവും? 3 ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റേഡിയസ് എന്താവും? 3 ആയിരിക്കും കേട്ടോ. 3 ആയിരിക്കുവേ. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. 120/316 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 × 2π3 എന്ന് വരും. അപ്പോൾ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് വരും? 2π എന്ന് വരും. അപ്പോൾ ഈ ഒരു പീസിന്റെ ആർക്ക് ലെങ്ത് 2π ആണ്. അപ്പോൾ ടോട്ടൽ പെരിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2πനെ നമ്മൾ അങ്ങനത്തെ എത്ര ഉണ്ട്? 6 അല്ലേ. 6 × 2π എന്ന് വരും. അപ്പോൾ എന്ത് വരും? 12π സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ ആൻസർ. ക്ലിയർ ആണോ? ടെക്സ്റ്റിലുള്ള അതേമാതിരത്തെ ചോദ്യമാണ്. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ. അപ്പോൾ ഏരിയ ഫിക്സ്ഡ് ആണ്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കംപ്ലീറ്റ് ദ ടേബിൾ.
ഏരിയ 100 വരണം. അപ്പോൾ ലെങ്ത് 50 ആകുമ്പോൾ ബ്രെഡ്ത്ത് 2 കറക്റ്റ് ആണ്. 50 × 2 100, 20 × 5 100 അതേമാതിരി 10 × എന്തോ ബ്രെഡ്ത്ത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100 കിട്ടി ആണോ? അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 100/10 ആണ് കേട്ടോ. എന്ത് വരും? 10 തന്നെ വരും. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് സ്ക്വയർ ആയിരിക്കും ഈ ഒരു കേസിൽ മാത്രം. ഇവിടെ എന്ത് വരും? അതേമാതിരി 100/4 വരും അടുത്തത്. അപ്പോൾ ഇത് 25 വരും. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? യൂസ് ദ ടേബിൾ, റൈറ്റ് ദ റിലേഷൻ ഓൾജിബ്രായിക്കലി. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് ലെങ്ത്തിനെ എക്സ് ആയിട്ടും ഇതിനെ എക്സ് ആയിട്ടും ബ്രെഡ്ത്തിനെ വൈ ആയിട്ടും എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾജിബ്രായിക്കലി എഴുതുമ്പോൾ നമുക്ക് അത് എന്ത് വരും? എക്സ് × വൈ എന്തായാലും എന്ത് കിട്ടണം? 100 കിട്ടണം ആണോ? ഇനി ഹൗ ഡു വി സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രപ്പോർഷൻ? അപ്പോൾ നമുക്കൊന്ന് എഴുതി വെക്കാം. വൈ = നമുക്ക് എന്ത് എഴുതാം? അതിന്ന് 100/x എന്ന് എഴുതിക്കൂടെ? ഇത് ശരിക്കും എന്താണ്? ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്ന ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ പോലെ അല്ലേ? ആണോ? ആണല്ലോ. y = k/x എന്ന് പറയുന്ന രൂപത്തിലാണ്. വേർ k എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. അപ്പോൾ x കൂടുമ്പോൾ എന്ത് ചെയ്യും? y കുറയും. അങ്ങനെ എഴുതി വെക്കുക, അവസാനിപ്പിക്കുക. ഓക്കെ, മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി പോളിനോമിയൽ. ഏത് ഗ്രാഫ്? x-2ന്റെ ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ശ്രമിച്ചു നോക്കാം. റഫ് ആയിട്ടാണ് വരയ്ക്കുന്നത്. നമുക്ക് കുറച്ച് പോയിന്റ് എടുത്തു നോക്കാം. p of x = x-2 ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ x = 0 ആകുമ്പോൾ p of x എന്ത് വരും? -2 വരും. അപ്പോൾ 0-ൽ ഗ്രാഫ് എവിടെയാണ്? -2-ൽ. ഇത് 1 ഇത് 2 ആണെങ്കിൽ ഇവിടെ -2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ഇതുണ്ടാവും. വേറെ ഏത് പോയിന്റ് വേണം എടുക്കാം കേട്ടോ. നിങ്ങൾ എക്സാമിന് ഏത് പോയിന്റ് ആണ് എടുത്തത്, പക്ഷേ ഗ്രാഫിന്റെ ഫിഗർ ഒരേമായിരിക്കും, ഷേപ്പ് ഒരേമായിരിക്കും. ഇനി നമുക്കൊരു p of x ന് 0 എടുത്ത് നോക്കാം. p of x 0 ആകുമ്പോൾ x എന്താവണം? 2 - 2 ആണല്ലോ 0. അപ്പോൾ x = 2. അപ്പോൾ 2-ൽ ഗ്രാഫ് അപ്പോൾ ഇവിടെ വരും 2. ഈ രണ്ട് പോയിന്റ് എടുത്താൽ മതി. ഏത് പോയിന്റ് വേണമെങ്കിൽ എടുക്കാം. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഗ്രാഫ് സെയിം ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഗ്രാഫ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഗ്രാഫ്. p of x = x-2ന്റെ ഗ്രാഫ്. ഓക്കെ, മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണെന്നുണ്ട്? ഏജും നമ്പർ ഓഫ് മെമ്പേഴ്സും തന്നിട്ടുണ്ട്. ഒരു ക്ലബിലെ ഫാർമേഴ്സ് ക്ലബ് എന്താണ്? അപ്പോൾ ഹൗ മെനി മെമ്പേഴ്സ് ആർ ഇൻ ദ ക്ലബ്ബ്? അതെന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ അത് ആഡ് ചെയ്തതിന് എന്ത് വരും? ഇത് ആഡ് ചെയ്തതിന് 8 + 16 അപ്പോൾ എയുടെ ആൻസർ എന്താണ്? 8 + 16 + 10 + 7 + 4 + 5 ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും കേട്ടോ. ഇനി നമ്മളോട് എന്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്? മീൻ ഏജ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മീൻ ഏജ് കാണണം. അപ്പോൾ മീൻ ഏജ് കാണണമെങ്കിൽ നമ്മൾ ആൻസർ വരയ്ക്കുമ്പോൾ ഇപ്പുറത്ത് വേറൊരു കോളം കൂടെ വരയ്ക്കും ആണോ? ഇപ്പുറത്ത് വേറൊരു കോളം കൂടെ വരയ്ക്കും. ഇതിപ്പോൾ നമ്മൾ ടോട്ടൽ ഏജ് എന്ന് എഴുതുകയാണെങ്കിൽ ടോട്ടൽ ഏജ് എങ്ങനെയാണ് കാണുക? ഇത് സെപ്പറേറ്റ് 4 × 8 ഇത് ഗുണിക്കണം ആണോ? 40 × 8 അപ്പോൾ 320 എന്ന് വരും. അങ്ങനെ ഇതൊക്കെ ഗുണിച്ച് എഴുതുക. അപ്പോൾ ഇവിടെ ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. 270. 45 × 6 270 വരും. 47 × 10 470 വരും ആണോ? 50 × 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 350 വരും. 55 × 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 220 വരും. അതേമാതിരി 290 എന്ന് വരും. അപ്പോൾ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും? ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ കോളത്തിന്റെ അവസാനം നമുക്ക് 1920 എന്ന് വരും ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മീൻ ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഏജ് 1920 നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14. അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്യുക. 192/4 എന്ന് വരും. ആൻസർ ആയിട്ട് 48. അപ്പോൾ മീൻ ഏജ് 48 വരും കേട്ടോ. x ബാർ ആണെങ്കിൽ x ബാർ. ഓക്കെ ആണോ? Moving into next question. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്? ഇൻ ദ ഫിഗർ സർക്കിൾ ഇസ് ഡോൺ വിത്ത് 1 വെർട്ടക്സ് ഇക്വലാറ്റർ ട്രയാങ്കിളും ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് ഈ തന്നിട്ടുള്ള ട്രയാങ്കിൾ. സൈഡ് 10 സെന്റിമീറ്റർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ആൻസർ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. 22ാമത്തെ ആൻസർ കറക്റ്റ് ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആ ആൻസർ കറക്റ്റ് കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. കിട്ടാത്തവർ വിഷമിക്കൊന്നും വേണ്ട. എല്ലാവരും പിച്ച വെച്ച് നടക്കുന്നവരാണ്. നമ്മൾ നടന്ന് നമ്മൾ ഇതിൻ്റെയൊക്കെ അപ്പുറമുള്ളത് പിടിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ BAC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇക്വലാറ്റർ ട്രയാങ്കിൾ ആവുകൊണ്ട് ഇത് എന്താവും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും ആണോ? എല്ലാ ആംഗിളും 60 ഡിഗ്രി ആവില്ല. അപ്പോൾ അതിൽ ഡൗട്ട് ഇല്ല. 60 ഡിഗ്രി. ഫൈൻഡ് ദ ഏരിയ ഓഫ് അൺഷെയ്ഡഡ് സെക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അൺഷെയ്ഡഡ് സെക്ടർ ഷെയ്ഡ് ചെയ്യാത്ത സെക്ടറിന്റെ ഏരിയ എങ്ങനെ കാണും നമ്മൾ? നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് സിമ്പിൾ ആയി കാണാം. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 സെന്റിമീറ്റർ ആകുമ്പോൾ √3 × 10/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ √3 × 5² എന്ന് വരും. അല്ലെങ്കിൽ 25√3 വരും ട്രയാങ്കിളിന്റെ ഏരിയ. ട്രയാങ്കിളിന്റെ ഏരിയന്ന് ഈ ഒരു സെക്ടറിന്റെ ഏരിയ കുറച്ചാൽ പോരെ ആണോ?
അയ്യോ സോറി, നമുക്ക് അൺഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാൻ അത്ര പണിയില്ല കേട്ടോ, പറഞ്ഞാൽ മാറിപ്പോയതാണ്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് അൺഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ ഒരു സെക്ടർ ആണല്ലോ സെൻട്രൽ ആംഗിൾ 60° ആയിട്ടുള്ളത്. അപ്പം എന്ത് വരും 60/360 60/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ആർ എന്ത് വരും, ആർ ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ് തന്നിട്ടുണ്ട്, റേഡിയസ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 6 സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1/6 ഇൻറ്റു പൈ ഇൻറ്റു 6 സ്ക്വയർ, 6 സ്ക്വയറിന് വേണമെങ്കിൽ 6 ഇൻറ്റു 6 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ത് വരും 6π എന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ ആയിരുന്നു, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് മാറിപ്പോയതാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 6π എന്ന് വരും. അപ്പോൾ ഈ റീജിയൻ്റെ ഏരിയ 6π ആണ്. എന്ത് പറയണ്ടേ, വാട്ട് ഈസ് ദ ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഞാൻ നേരത്തെ മിസ്റ്റേക്കിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ഏരിയ എന്ന് ഇത് കുറച്ചാൽ പോരെ. അപ്പോൾ സർക്കിളിൽ ബാക്കിയുള്ളതിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ πr സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ഇൻറ്റു 6 സ്ക്വയർ എന്ന് വരും. അപ്പോൾ 36π എന്ത് കുറച്ചാൽ മതി, ഈ സെക്ടറിൻ്റെ ഏരിയ 6π കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പോർഷൻ്റെ കിട്ടും ആണോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 30π ആയിരിക്കും അത്. അതിൻ്റെ കൂടെ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയും കൂടെ കൂട്ടണ്ടേ. ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടോട്ടല് 25√3 എന്ത് കുറച്ചാൽ മതി, 6π കുറച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടുക, 25√3 മൈനസ് 6πയും അതിൻ്റെ കൂടെ ആരെയും കൂടി കൂട്ടിയാൽ മതി. ഇത് തന്നെ എടുത്തോട്ടോ, നമുക്ക് അവിടെ ക്യാൻസൽ 30π എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ എന്ത് വരും, 25√3 30π പ്ലസ് 24π എന്നും കൂടി വരും. ഇതാണ് കേട്ടോ ആൻസർ. പ്ലസ് 24π. ഓക്കെ, ഇത് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ആൻസർ. ഇത് ഇനി വേണമെങ്കിൽ സിംപ്ലിഫൈ ഒക്കെ എഴുതാം. √3ക്ക് 1.73 എന്നും പൈക്ക് 3.14 എന്നൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ സമയം പോലെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, 23 എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബ്ലോക്ക് ഓഫ് വാക്സ് ഇൻ സ്ക്വയർ പ്രിസം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസ് സ്ക്വയറും പറഞ്ഞിട്ടുണ്ട്. മുകളിലോട്ട് ഹൈറ്റ് എത്ര പറഞ്ഞിട്ടുണ്ട് പ്രിസത്തിന്റെ, അയ്യോ പ്രിസമൊക്കെ മാറിപ്പോയി, വേറെ എന്തൊക്കെയോ ഷേപ്പായി. വരയിൽ മോശമാണ്, വരയ്ക്കാൻ മോശമാണ് മക്കളെ. എനിവേ നോക്കാം. സപ്പോസ് ഇങ്ങനെ ഉണ്ടെങ്കിലേ അതിലേറെ മെച്ചപ്പെട്ടു. 1 മണിക്കൂറിൽ ഒതുങ്ങും നമ്മുടെ വീഡിയോ. ഒതുക്കാം നോക്കാം. സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട്, സ്ക്വയറിന്റെ ബേസ് എഡ്ജ് തന്നിട്ടുണ്ട് 12 ആണെന്ന്. ആണോ? ഇതിന്ന് എന്ത് എടുത്തിട്ടുണ്ട്, ഇതിന്നൊരു കാർവ് ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം സൈസ് ഓഫ് സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിന്റെ മാക്സിമം സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, ഡയാമീറ്റർ സിലിണ്ടറിന്റെ 12 ആവും. അപ്പോൾ റേഡിയസ് എത്ര വരാൻ പാടുള്ളൂ, 6 സെന്റിമീറ്റർ വരാൻ പാടുള്ളൂ. ആണോ? റേഡിയസ് 6 ആയിട്ടുള്ള സിലിണ്ടറിന്റെ റേഡിയസ് എന്ത് വരും, അപ്പോൾ ഏടെ ആൻസർ റേഡിയസ് 6 സെന്റിമീറ്റർ ആണ്. അതാണ് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റിയ സിലിണ്ടർ. വോളിയം ഓഫ് ദ സിലിണ്ടർ വെച്ചിട്ടുണ്ട്, മാക്സിമം വോളിയം ആണ് കാണേണ്ടത്. വോളിയം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ നമുക്ക് എന്ത് വരും, പൈ ഇൻറ്റു 6 സ്ക്വയർ എന്ന് വരും. കാരണം റേഡിയസ് 6 സെന്റിമീറ്റർ ആണല്ലോ. ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് സിലിണ്ടർ, അതായത് ഈ സ്ക്വയർ പ്രിസത്തിന്റെ മാക്സിമം ഹൈറ്റ് തന്നെ വരും. അപ്പോൾ എന്ത് വരും, 25 വരും. അപ്പോൾ 25 ഇൻറ്റു 36 ഇൻറ്റു പൈ എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ ഏകദേശം ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക, 900π സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹൗ മെനി ഐഡന്റിക്കൽ ക്യൂബ് ഓഫ് സൈഡ് 1 സെന്റിമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ബൈ റിമൈനിങ് വാക്സ്. അപ്പോൾ ഇത് വാക്സ് കൊണ്ടുള്ളതായിരുന്നു സ്ക്വയർ പ്രിസം. അപ്പോൾ നമുക്ക് സ്ക്വയർ പ്രിസത്തിന്റെ ഡയറക്റ്റ് വോളിയം ഒന്ന് കണ്ടുനോക്കാം. അതിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, റിമൈനിങ് വാക്സ് കിട്ടാനേ ആലോചിച്ച് നോക്ക്. റിമൈനിങ് വാക്സ് എന്ന് പറയുന്നത് സ്ക്വയർ പ്രിസത്തിന്റെ ഏരിയന്ന്, വോളിയത്തിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതിയാവും, സിലിണ്ടറിന്റെ വോളിയം കുറച്ചാൽ പോരെ. അപ്പൊ സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം എന്ത് വരും, അതിന്റെ ബേസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ക്വയർ ആണ്. അപ്പൊ 12ന്റെ സ്ക്വയർ 144 ഇൻറ്റു ഹൈറ്റ് എന്ത് വരും, അവിടെ ഇവിടെ 144 ഇൻറ്റു ഹൈറ്റ് തന്നിട്ടുണ്ട് 25. അതൊന്ന് എന്ത് ചെയ്താൽ മതി, ഇപ്പൊ കിട്ടിയ 900π കുറച്ചാൽ പോരെ. അപ്പൊ ഇത് ചെയ്യാം, 144 ഇൻറ്റു 25 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം 3600 മൈനസ് 900π കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക്
ഇപ്പൊ തൽക്കാലത്തിന് ഇതായിട്ട് എടുക്കുക. ഇനി ഇതിന്ന് എന്താ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇതാണ് നമ്മുടെ റിമൈനിങ് വാക്സ് കേട്ടോ. അപ്പോൾ ഇപ്പൊ കിട്ടിയ ഈ ആൻസർ ആണ് നമ്മുടെ റിമൈനിങ് വാക്സ്. ഈ റിമൈനിങ് വാക്സ് കൊണ്ട് നമുക്ക് എത്ര പുതിയ എന്തുണ്ടാക്കാൻ പറ്റുന്ന വെച്ചിട്ടുള്ള ഐഡന്റിക്കൽ ക്യൂബ് എന്ന് വെച്ചാൽ എന്താവും, ചെറിയ നമ്മൾ ഇങ്ങനത്തെ കട്ടകള് എല്ലാ സൈഡും 1 സെന്റിമീറ്റർ ആയിട്ടുള്ളത് ആണോ. അപ്പൊ ഇതിന്റെ വോളിയം എന്ത് വരും, ഒന്നിന്റെ വോളിയം 1 ക്യൂബ് വരും. അപ്പൊ ഇതിലെത്ര 1 ക്യൂബ് കിട്ടുന്ന നോക്കിയാൽ പോരെ. അപ്പോൾ നമ്പർ ഓഫ് ഐഡന്റിക്കൽ ക്യൂബ് വിത്ത് സൈഡ് 1 എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും 3600. റിമൈനിങ് വാക്സിന് നമ്മൾ എത്ര 1 ക്യൂബ് ഉണ്ട് നോക്കിയാൽ പോരാ. അപ്പോൾ ഇതന്നെ ആൻസർ കിട്ടും കേട്ടോ, 3600 മൈനസ് 900 പൈ. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഓക്കെ, എനിവേ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദി പോളിനോമിയൽ ആണ്. പി ഓഫ് 1 നമുക്ക് അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പി ഓഫ് 1 തന്നിട്ടുണ്ട് 0. പി ഓഫ് 1 0 ആണ്. പി ഓഫ് 0 എത്രയാണ്, 0യില് ഗ്രാഫ് എവിടെയാണ്, പി ഓഫ് 0 എന്ന് പറയുന്നത് 4 ആണ്. പി ഓഫ് 2 എത്രയാണ്, 0 ആണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇതിന്റെ പോളിനോമിയൽ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പരാബോളയാണ്. പരാബോളയാണെങ്കിൽ എന്തായിരിക്കും അതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ജനറൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നായിരിക്കും ജനറൽ ഫോം. നമ്മൾ ഇവിടുന്ന് എയും ബിയും സിയും കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഈ തന്നിട്ടുള്ള 3 കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മളത് കണ്ടുപിടിക്കാൻ. നമുക്ക് ആദ്യം പി ഓഫ് 0 ഈക്വൽ ടു 4 എന്നുള്ളതും തുടങ്ങാം. അപ്പോൾ പി ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ പി ഓഫ് എക്സ്. ഓക്കെ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പോൾ പി ഓഫ് 0 എന്ത് വരും, എ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ഈക്വൽ ടു 4. ഇതാണല്ലോ പി ഓഫ് 0 ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. എന്ത് വരും, ഇത് രണ്ടും 0 ആവും, ഇതും 0 ആവും, ഇതും 0 ആവും. സി ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി അടുത്ത തന്ന കാര്യം വെച്ചിട്ട് നമുക്ക് എന്താ എഴുതാം. അപ്പോൾ നമുക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 4 എന്നായി നമ്മുടെ ഇക്വേഷൻ. പി ഓഫ് എക്സ് ആണോ, സി കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്തത് എന്ത് തന്നിട്ടുണ്ട്, അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, പി ഓഫ് 1 ഈക്വൽ ടു 0 എന്നുണ്ട്. അപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എ പ്ലസ് ബി പ്ലസ് 4 എന്നാവും. ഇതെന്താണ് 0. എ ഇൻറ്റു 1 സ്ക്വയർ എ, ബി ഇൻറ്റു 1 ബി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ പ്ലസ് ബി ഈക്വൽ ടു -4 എന്ന് എഴുതാം. ഓക്കെ ആണോ. പിന്നെ ഞാൻ 1 എന്ന് വിളിക്കുന്നുണ്ട്. അതേമാതിരി നമുക്ക് അടുത്തൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്, പി ഓഫ് 0, പി ഓഫ് 0 നമ്മൾ എടുത്തൂലേ, എടുക്കാത്തതിൽ ഏതാണ്, പി ഓഫ് 2 ഈക്വൽ ടു 0 എന്ന് കൂടെ തന്നിട്ടുണ്ട്. അതും കൂടി നോക്കി നോക്കാം. പി ഓഫ് 0 ഈക്വൽ ടു 2 എന്ന് കൂടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എ ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 2 പ്ലസ് 4 ഈക്വൽ ടു 0 ആണോ. അപ്പോൾ 4a പ്ലസ് 2b പ്ലസ് 4 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എന്ത് വരും, 4a പ്ലസ് 2b ഈക്വൽ ടു -4. 2 പുറത്തെടുത്തതിന് എന്ത് വരും, 2a പ്ലസ് b ഈക്വൽ ടു -4. 2a പ്ലസ് b ഈക്വൽ ടു 2a പ്ലസ് b ഈക്വൽ ടു എന്ത് വരും, -2 എന്ന് വരും. 4/2 -2 -4/2 ഇത് വരും. അപ്പോൾ ഇത് ഞാൻ 2 എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി അത് സോൾവ് ചെയ്താൽ പോരെ. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു, എ പ്ലസ് ബി ഈക്വൽ ടു -4ഉം രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, 2a പ്ലസ് ബി ഈക്വൽ ടു -2. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റത്തെ ഇക്വേഷൻ 2 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. എന്താ, നമുക്ക് വേരിയബിൾസ് സെയിം ആവുമല്ലോ. ഓക്കെ ആണോ. അപ്പോൾ നമ്മുടെ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനെ മാത്രം ഞാൻ മാറ്റിയെടുത്ത് എഴുതുന്നുണ്ട്. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും, 2a പ്ലസ് 2b ഈക്വൽ ടു -8 എന്നാവും. നമ്മുടെ കയ്യിലും ഈ ഒരു ഇക്വേഷൻ ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. 2a പ്ലസ് b ഈക്വൽ ടു എന്തുണ്ട്, -2 എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ 2a ക്യാൻസൽ ആവും. 2b മൈനസ് b എന്താവും, b എന്നാവും. -8 മൈനസ് -2 എന്നാവും. 2 മൈനസ് വരും. അപ്പോൾ -6 എന്നാവും. b ഈക്വൽ ടു -6 വരുവേ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇനി എ കൂടെ കണ്ടുപിടിക്കണം. എ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുത്താൽ പോരെ. അപ്പോൾ നമുക്കുണ്ട് എന്തുണ്ട്, എ പ്ലസ് ബി ഈക്വൽ ടു -4 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഒരു ഇക്വേഷൻ 1 ഉണ്ടല്ലോ, നമ്മൾ ബിയുടെ സ്ഥാനത്ത് -6 കൊടുക്കുക. അപ്പോൾ a -6 ഈക്വൽ ടു -4, a ഈക്വൽ ടു 6 - 4, a ഈക്വൽ ടു 2 എന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എയും ബിയും സിയും കിട്ടി. ഓക്കെ ആണോ. നമുക്ക് കിട്ടിയത് ആദ്യം എടുത്ത് എഴുതുന്നുണ്ട്. എ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. ബി ഈക്വൽ ടു എന്ത് കിട്ടി, -6 എന്ന് കിട്ടി. സി ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് എന്താവും, ലാസ്റ്റ് എടുത്ത് എഴുതാൻ മറക്കരുത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് ബി എക്സ് അല്ലേ.
6x + 4 ഇതായിരിക്കും കേട്ടോ നമ്മുടെ പോളിനോമിയൽ. ഇത് കിട്ടിയവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. 24ാമത്തെ ആൻസർ. ഓക്കെ, എനിവേ 1 hour കടന്നു പോകുമല്ലോ. In an auditorium, there are 15 pillars in the shape of a square prism. The base edge of the pillar is 40 cm and the height is what is the total surface area of one pillar? ഇതും എന്താണ്, ബേസ് സ്ക്വയർ പ്രിസം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ എത്ര ഉണ്ട്? 15 പ്രിസം ഉണ്ട്. 15 പില്ലേഴ്സ് ഉണ്ട്. ദ ബേസ് എഡ്ജ് ഓഫ് ദി സ്ക്വയർ പില്ലർ. അപ്പോൾ ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്, എന്താണ് തന്നിട്ടുണ്ട്? 40 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് തന്നിട്ടുള്ളത് 40 മീറ്റർ ആണ്. അപ്പോൾ ഞാൻ ഈ സെന്റിമീറ്ററിനൂടെ മീറ്റർക്ക് ആക്കണ്ടേ. അപ്പോൾ ഇത് എന്ത് വരും? 0.4 എന്ന് വരും. ഓക്കെ, 0.4 മീറ്റർ ആണ് ബേസ്, ഇതിന്റെ സൈഡ്. അപ്പോൾ വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വെച്ചിട്ടുള്ളത്? ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ ഒന്ന് 0.4 ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ബേസ് പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.4, എല്ലാ സൈഡും 0.4 ഉണ്ട്. അപ്പോൾ 4 × 0.4 ഇൻറ്റു ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്നാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പിന്നെ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട് 4 ആണെന്ന്. അപ്പോൾ എന്ത് വരും? 16 × 0.4 എന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം കിട്ടുക, ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6.4 എന്ന് കിട്ടുക. ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടി. ഒരു പില്ലറിന്റെ ചോദിച്ചിട്ടുള്ളത് അതെന്ത് വരും? 6.4 മീറ്റർ സ്ക്വയർ ആണ്, കാരണം നമ്മൾ മീറ്റർക്ക് കൺവേർട്ട് ചെയ്തല്ലോ. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിങ് ഓൾ ദ പില്ലേഴ്സ് അറ്റ് സ്ക്വയർ മീറ്ററിന് 90 ആയിട്ട് എടുത്തിട്ട് നമുക്ക് എയുടെ ആൻസർ ഇതാണ്. ബിയുടെ ആൻസർ സ്ക്വയർ പില്ലറിന് എത്രയാണ്? RS എന്ത് പറഞ്ഞിട്ടുണ്ട്? 90 രൂപ. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ ഇതാക്കാൻ 90 രൂപ. നമുക്ക് ഇങ്ങനത്തെ ഇത് ഒന്നിന്റെ ആണ്, ഇങ്ങനത്തെ 15 ഉണ്ടല്ലോ. അപ്പോൾ എന്ത് വരും ആൻസർ? ഇതിന്റെ ആൻസർ 15 × 15 വേണം. ഒരെണ്ണത്തിന് 90 രൂപ. ഒരെണ്ണത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ത് വരും? 6.4 വരും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 8640 റുപ്പീസ് കിട്ടും കേട്ടോ. അതാണ് കേട്ടോ ആൻസർ, 8640. ഓക്കെ, എനിവേ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വരക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ സമയം കളയുന്നില്ല. ഡ്രോ ദ കോറിലേറ്റർ വിത്ത് സെയിം ആംഗിൾ ആസ് ദിസ് ആൻഡ് സ്കെയിൽഡ് ബൈ, ആംഗിൾ മാറാൻ പാടില്ല, സൈഡ്സിനെ സ്കെയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വിത്ത് 1.5 ടൈം. 1.5 ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ 3/2 ആണ്. 1 × 2 + 1 3/2. ഓക്കെ, /2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഓരോ സൈഡിനെയും ഈ 3/2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ 7 ഉള്ളിടത്ത് എന്താവും? 7 × 3/2 എന്നാവും. ഓക്കെ ആണോ? നമ്മൾ അങ്ങനെ ഓരോന്നിനെയും ഗുണിച്ചിട്ട് നമ്മൾ സൈഡ് അളവ് കണ്ടുപിടിക്കണം. അപ്പോൾ 7 × 10/2 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10.5 എന്ന് കിട്ടും. ഞാൻ ഓരോന്നും എഴുതുന്നുണ്ട് അതേമാതിരി. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബേസ് എന്തായിരിക്കും? 10.5 ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ 5 സെന്റിമീറ്ററിന്റെ സ്ഥാനത്ത് എന്താവും? 5 × 3/2 ആവും. അപ്പോൾ 15/2 അല്ലെങ്കിൽ 7.5 വരും. ഇതെന്ത് വരും? 7.5 ആട്ടോ. ഇനി 6 സെന്റിമീറ്ററിന്റെ സ്ഥാനത്ത് 6 × 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 3 × 3 ഇതെന്താവും? 9 സെന്റിമീറ്റർ ആവട്ടോ. ഇനി 3 സെന്റിമീറ്ററിൽ എന്താവും? 3 × 3/2. അപ്പോൾ 9/2 4.5 ആവേ. ഇതെന്താവും? ഓൾമോസ്റ്റ് 4.5 സെന്റിമീറ്റർ ആവും. അതേമാതിരി 4 സെന്റിമീറ്ററിൽ ഉണ്ടാവും 4 × 3/2 2 × 3 6 സെന്റിമീറ്റർ ആവട്ടോ. അപ്പോൾ ഇതെന്താവും? 6 സെന്റിമീറ്റർ. ഇത് കോമ്പസിലൊക്കെ എടുത്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ആദ്യം 10.5 എടുക്കുക, പിന്നെ 9 എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക, 7.5 എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഇത് ജോയിന്റ് ആയി കിട്ടിയല്ലോ. അതേമാതിരി 6 എടുക്കുക, കോമ്പസിൽ ആർക്ക് കട്ട് ചെയ്യുക, 4.5 എടുക്കുക, കോമ്പസ് കട്ട് ചെയ്യുക, വരയ്ക്കുക. അങ്ങനെ വേണ്ട വരയ്ക്കാൻ. ഓക്കെ, എനിവേ ക്ലിയർ ആണെന്ന് കരുതുന്നു. മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻ ദ ഫിഗർ എന്ത് തന്നിട്ടുണ്ട്? AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABയുടെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഇത് എന്താണ്? 12 സെന്റിമീറ്റർ ആണ് ഇതുവരെ ടോട്ടൽ ലെങ്ത്. AC/CB തന്നിട്ടുണ്ട്. AC/CB തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 2:1 തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആൻഡ് PQ is the bisector of ACD. PQ എന്ന് പറയുന്നത് ACDയുടെ ബൈസെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ BCQ? BCQ. അപ്പൊ ഇത് ബൈസെക്ടർ ആകുമ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 45 ഡിഗ്രി വരും. ആണോ? അത് ഓപ്പോസിറ്റ് ആംഗിൾ ആവുകൊണ്ട് അത് എന്ത് വരും? 45 ഡിഗ്രി. അപ്പൊ ഇതിന്റെ ആൻസർ 45 ഡിഗ്രി ആണ് കേട്ടോ. ഇനി ACയുടെയും BCയുടെയും ലെങ്ത് കണ്ടുപിടിക്കാനാണ് Bയും Cയും. ശരിക്കും നമുക്ക് ഇത് എന്താണ്? ടോട്ടൽ 12 സെന്റിമീറ്റർ, റേഷ്യോ 2:1. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 12 × 2/3 ആയിരിക്കും എന്ത്? AC എന്ന് പറയുന്നത്. കാരണം 3ൽ 2 ഭാഗം അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 24/3 വരും. അപ്പൊ എന്ത് വരും? 8 സെന്റിമീറ്റർ. അപ്പോൾ AC എന്ന് പറയുന്നത് ഇത്രയും ദൂരം എത്ര ഉണ്ടാവും? 8 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ഈ ഒരു ദൂരം
ഇത് 8 സെന്റിമീറ്റർ. അപ്പൊ ഇത് 8 ആണെങ്കിൽ ബാക്കി എന്തുണ്ടാവും? 4 സെന്റിമീറ്റർ ഉണ്ടാവും കേട്ടോ. 12 അല്ലേ ടോട്ടല്. അപ്പൊ ഈ ദൂരം 4 സെന്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇത് 8 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഏരിയ ഇനി കണ്ടൂടെ? ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു സെക്ടർ 90 ഡിഗ്രി ആയിട്ടുള്ള ഈ ഒരു സെക്ടറിന്റെ ഏരിയ എന്ത് വരും? 90/316 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ത് വരും? ഇവിടെ റേഡിയസ് 8 അല്ല, ഇത്രയും ദൂരം എ സിയുടെ ദൂരം എന്ന് വരും. അപ്പോൾ എന്ത് വരും? അപ്പോൾ 1/4 ഇൻറ്റു പൈ ഇൻറ്റു 8 ഇൻറ്റു 8. ഇനി വരെ നമുക്ക് 8 ഇൻറ്റു 8 എന്ന് എഴുതിയിട്ട് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം കേട്ടോ. 4 ബാക്കി ഒന്നുണ്ടാവും. അപ്പോൾ 16 പൈ എന്ന് വരും. ഓക്കെ ആണോ? ഇത് 16 പൈ എന്ന് വന്നു. അതേമാതിരി ഇതിന്റെ ഏരിയ എന്ത് വരും? 45/316 ആണോ ഈ സെക്ടറിന്റെ ഏരിയ, ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് അവിടെ എന്ത് വരും? 4 എന്ന് വരും. കാരണം ഈ ദൂരം ആണല്ലോ. അപ്പോൾ എന്ത് വരും? 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ത് വരും? 1/8 ഇൻറ്റു പൈ ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് വരും. അപ്പോൾ ഒരു 4ഉം 4ഉം കട്ട് ചെയ്തു, 2 ആയി. 2ഉം ഇതൊന്നും കട്ട് ചെയ്താൽ ബാക്കി ഒന്നുണ്ടാവും 2 പൈ എന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് 2 പൈ 16 പൈ. അപ്പോൾ ടോട്ടൽ ഏരിയ, ടോട്ടൽ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 16 പൈയും പ്ലസ് 2 പൈയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 18 പൈ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, 18 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ 1 മണിക്കൂർ കടന്നിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത്. ദ കൺസെപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇനി 10th നമുക്ക് ഇതേമാതിരി ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനൊക്കെ ആയിട്ട് നമ്മൾ വരും. എല്ലാ ചാപ്റ്ററിന്റെയും നമ്മൾ സൊല്യൂഷൻ, ടെക്സ്റ്റിലെ സൊല്യൂഷൻ ആയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടൊക്കെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിവേ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ മീന കാണാൻ പറ്റുള്ളത്. ഇത് ശരിക്കും മറ്റേ ഇപ്പൊ നമ്മൾ ഇവിടെ എന്ത് കാണണം? ആദ്യം നമ്മൾ ആ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം ആണോ? ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഇങ്ങോട്ടൊക്കെ വരെ പോകുന്നു. ഇപ്പോൾ 100ന്റെയും 150ന്റെയും സെന്റർ എന്ത് വരും? 125 വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അതറിയാത്തവർ ഇങ്ങനെ 100 + 150/2 ആണോ? അത് അറിയുന്നതുകൊണ്ട് വേറെ സ്പീഡിൽ എഴുതുന്നുണ്ട്. അങ്ങനെ എല്ലാതും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണെങ്കിൽ 150 + 200/2. അപ്പോൾ എന്ത് വരും? ഇവിടെ 175 വരും. ഓക്കെ, അടുത്തത് 225 വരും, 275 വരും, 325 വരും ആണോ? ഇനി നമുക്ക് ഇത് ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ടോട്ടൽ കൺസംഷൻ കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റു ചെയ്യുക. അതായത് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് 4 × 125 ആണോ? അപ്പോൾ ഇത് ഇൻറ്റു ചെയ്തിട്ടുള്ള ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ചെക്ക് ചെയ്യുക. തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. 350 വരും, രണ്ടാമത്തെ 1125 വരും, ലാസ്റ്റ് എന്ത് വരും? ലാസ്റ്റ് അല്ല, അതിന് മുന്നേ 1650 വരും, 975 വരും. എന്നിട്ട് ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും എന്നറിയോ? 4600 എന്ന് വരും. 4600 യൂണിറ്റ് ആയിരിക്കും ടോട്ടൽ കൺസംഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കാണണം? മീൻ കാണണം. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ടോട്ടൽ കൺസംഷൻ ആയിട്ടുള്ള 4600 എന്ന് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, ടോട്ടൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ കൂട്ടിയാൽ പോരെ. 4 + 2 6, 6 + 5 11, 11 × 17, 17 × 3 20. അപ്പോൾ 20 എന്ന് വരും. അപ്പോൾ 460/2 23. അപ്പോൾ എന്ത് വരും? 230 യൂണിറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ് കരുതുന്നു. മൂവിങ് ഇൻ ടു അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് മാത്തമാറ്റിക്കൽ ഈ പാറ്റേൺ നോക്കിയിട്ട് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണുള്ളത്. അപ്പോൾ ഈ പാറ്റേൺ നോക്കി നോക്ക്. ഫസ്റ്റ് 1 നമുക്ക് 1/1 എന്ന് എഴുതിക്കൂടെ? 1/1 + 1/2. ഇവിടെ എന്തായിരുന്നു? 1/2. അതിപ്പോൾ ഡിനോമിനേറ്റർ മാറുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ആകുമ്പോൾ ഒന്നാമത്തെ ലൈനിൽ താഴെ 1, രണ്ടാമത്തെ ലൈനിൽ താഴെ 2, 3. അപ്പോൾ അടുത്ത എന്ത് വരും? അടുത്ത ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് 1/4 പ്ലസ് പിന്നെ അടുത്തത് 3. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 4 അല്ലേ? അപ്പോൾ 1/5 ഡിവൈഡഡ് ബൈ, എല്ലായിടത്തും ഡിവൈഡഡ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? തന്നെ കുറക്കുകയും ചെയ്യുക. ഇവിടെ 1/3 + 1/4 ആയിരുന്നു, ഇവിടെ 1/3 - 1/4. ഇവിടെ എന്താവും? 1/4 - 1/5 ആണോ? ഈക്വൽ ടു ഇതെന്ത് വരുന്നുണ്ട്? 2 2 ആഡ് ചെയ്ത് വരികയാണ്. 3 2 5 ആയി, 5 2 7 ആയി. അപ്പോൾ എന്ത് വരും? 9 വരും. ഇതാണ് കേട്ടോ അടുത്ത ലൈന്. അതേമാതിരി നമുക്ക് അടുത്ത് എഴുതിക്കൂടെ? അടുത്ത് എന്ത് വരും? 1/5 + 1/6 ഡിവൈഡഡ് ബൈ 1/5 - 1/6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 2 11 എന്ന് കിട്ടും കേട്ടോ. ഇനി നമ്മളോട് ഇതിന്റെ ആൻസർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഒന്നുമില്ലെങ്കിൽ ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ ആലോചിച്ചാൽ മതി. ഇത് ശരിക്കും എന്താവും? 15ാമത്തെ ലൈൻ ആവില്ലേ?
ഇത് രണ്ടാമത്തെ ലൈനിൽ താഴെ 2, മൂന്നാമത്തെ ലൈനിൽ താഴെ 3. അപ്പോൾ താഴെ 15 വരണമെങ്കിൽ ഇത് ഏത് ലൈൻ ആയിരിക്കും? 15ാമത്തെ ലൈൻ ആയിരിക്കും. ആണോ? നമുക്ക് ഒന്നാമത്തെ ലൈനിന് ഈക്വൽ ആയിട്ട് 3 കിട്ടി. രണ്ടാമത്തെ ലൈനിന് ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. മൂന്നാമത്തെ ലൈനിന് ഈക്വൽ ആയിട്ട് 7 കിട്ടി. ആണോ? നോക്കി നോക്ക്. അപ്പൊ നമുക്ക് 15ാമത്തെ എന്ത് വരുന്നു നോക്കിയാ പോരെ? ശരിക്കും നമുക്ക് 15ാമത്തെ ലൈനില് ഇപ്പൊ ഒന്നാമത്തെ ലൈനിൽ നമുക്ക് വന്നത് രണ്ടാമത്തെ ഓഡ് നമ്പർ, രണ്ടാമത്തെ ലൈനിൽ നമുക്ക് വന്നത് മൂന്നാമത്തെ ഓഡ് നമ്പർ. ആണോ? മൂന്നാമത്തെ ലൈനിൽ നമുക്ക് വന്നത് നാലാമത്തെ ഓഡ് നമ്പർ. അപ്പൊ നമുക്ക് 15ാമത്തെ ലൈനിൽ ആര് വരും? 16ാമത്തെ ഓഡ് നമ്പർ വരും. ഓക്കെ ആണോ? അപ്പോൾ 16ാമത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? 31 ആണ് കേട്ടോ. ഓക്കെ, 31 ആണ്. അല്ലെങ്കിൽ അത് എഴുതി നോക്കിയിട്ട് കണ്ടുപിടിക്കാം. ഞാൻ സമയമൊന്നും കളയുന്നില്ല. 31 വരും കേട്ടോ അതിന്റെ ആൻസർ. ലാസ്റ്റ് എന്ത് വരും? 1/29. ഇവിടെ അടുത്ത് തന്നിട്ടുണ്ട്. ഇന്ന് പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ പോരെ? 1/29 പ്ലസ് പി ഡിവൈഡഡ് ബൈ 1/29 മൈനസ് പി ഈക്വൽ ടു 59 തന്നിട്ടുണ്ട്. സോൾവ് ചെയ്ത് നോക്കാം. ഇതിനെ ക്രോസ് ചെയ്യുക. അപ്പം എന്ത് വരും? 1 + 29 p/29 ഡിവൈഡഡ് ബൈ 1 - 29 p/29 ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? 59 എഴുതാൻ പറ്റും. ആണോ? ഈക്വൽ ടു 59. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. 1 + 29 p/29 ഇൻറ്റു 29/1 - 29. 29 29 ക്യാൻസൽ ആയി 59 വരും. ഇനി അത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പി എന്ത് വരും എന്നറിയോ? പിയുടെ വാല്യൂ ഞാൻ എഴുതുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. പിയുടെ വാല്യൂ നമുക്ക് കിട്ടും 1/30 എന്ന് കിട്ടുക. അതേമാതിരി ഇതിന്റെ ആൻസർ കൂടെ ഞാൻ പറയുന്നുണ്ട്. കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടിയില്ലെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഒന്നാമത് ഫോണിലെ ചാർജ് ചെയ്യാനായി. ഇനി ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലാപ്പ് ഓഫ് ആവും. അപ്പോൾ നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒക്കെ മിസ്സാവുക. അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ കൂടെ ഞാൻ പറയുന്നുണ്ട്. കിട്ടിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ശരിയാക്കുവേ. എനിവേ ഇതിന്റെ ആൻസർ വരുന്നത് n+, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാലേ 2n+ എന്ന് വരും. കിട്ടിയവരുണ്ടെങ്കിൽ പറയാ. ഇത് ഇവിടെ 1/30 പറഞ്ഞു. ഓക്കെ, ഇത് 2n+1 പറഞ്ഞു. ഇത് കിട്ടിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ശരി, ബൈ.